4/2/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ നിങ്ങൾക്ക് അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ദാനം നൽകുന്നു. നിങ്ങൾ പിന്നെ മറ്റുള്ളവർക്ക് ദാനം നൽകിക്കൊണ്ടിരിക്കൂ. ഈ ദാനത്തിലൂടെ സദ്ഗതി ഉണ്ടാകും. ചോദ്യം: ഏതൊരു പുതിയ വഴി കുട്ടികളായ നിങ്ങളല്ലാതെ ആരും അറിയുന്നില്ല? ഉത്തരം: വീട്ടിലേക്കുള്ള വഴി അഥവാ സ്വർഗത്തിൽ പോകുന്നതിനുള്ള വഴി ഇപ്പോൾ ബാബയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. നിങ്ങൾ അറിയുന്നുണ്ട്, ശാന്തിധാമം നമ്മൾ ആത്മാക്കളുടെ വീടാണ്. സ്വർഗം വേറെയാണ്, ശാന്തിധാമം വേറെയാണ്. ഈ പുതിയ വഴി നിങ്ങളല്ലാതെ ആരും അറിയുന്നില്ല. നിങ്ങൾ പറയുന്നു, ഇപ്പോൾ കുംഭകർണൻ്റെ നിദ്ര ഉപേക്ഷിക്കൂ, കണ്ണുകൾ തുറക്കൂ, പാവനമാകൂ. പാവനമായി തന്നെയാണ് വീട്ടിലേക്ക് പോകുവാൻ സാധിക്കുന്നത്. ഗീതം: ഉണരൂ പ്രിയതമമാരെ, ഉണരൂ. ഓം ശാന്തി. ഭഗവാൻ ഉവാച. ബാബ ഇത് മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. മനുഷ്യനെയോ ദേവതമാരെയോ ഭഗവാൻ എന്ന് പറയുന്നില്ല. കാരണം ഇവർക്ക് സാകാരി രൂപമുണ്ട്. പിന്നെ പരംപിത പരമാത്മാവിന് ആകാരിയോ സാകാരിയോ ആയ രൂപമില്ല. അതിനാൽ ആ ഒന്നിനെ ശിവപരമാത്മായ നമഃ എന്ന് പറയുന്നു. ജ്ഞാനത്തിൻ്റെ സാഗരം ആ ഒന്ന് തന്നെയാണ്. ഏതെങ്കിലും മനുഷ്യനിൽ ജ്ഞാനം ഉണ്ടായിരിക്കുക സാധ്യമല്ല. ഏതിൻ്റെ ജ്ഞാനം? രചയിതാവിൻ്റെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെയും ജ്ഞാനം, അഥവാ ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ഈ ജ്ഞാനം ആരിലും ഇല്ല. അപ്പോൾ ബാബ വന്ന് ഉണർത്തുന്നു, ഹേ പ്രിയതമന്മാരെ, ഹേ ഭക്തരെ, ഉണരൂ. എല്ലാ മെയിലും അഥവാ ഫീമെയിലും ഭക്തരാണ്. ഭഗവാനെ ഓർമ്മിക്കുന്നു. എല്ലാ ബ്രൈഡ്സും ഒരു ബ്രൈഡ് ഗ്രൂമിനെ ഓർമ്മിക്കുന്നു. എല്ലാ പ്രിയതമന്മാരായ ആത്മാക്കളും പരംപിത പരമാത്മാവാകുന്ന പ്രിയതമനെ ഓർമ്മിക്കുന്നു. എല്ലാവരും സീതമാരാണ്. രാമൻ ഒരു പരംപിത പരമാത്മാവാണ്. രാമൻ എന്ന വാക്ക് എന്തുകൊണ്ട് പറയുന്നു? രാവണ രാജ്യമാണല്ലോ. അപ്പോൾ അതുമായുള്ള താരതമ്യത്തിൽ രാമരാജ്യം എന്ന് പറയുന്നു. രാമനാണ് ബാബ. ആ ഒന്നിനെ ഈശ്വരൻ എന്നും പറയുന്നു, ഭഗവാൻ എന്നും പറയുന്നു. ആ ഒന്നിൻ്റെ യഥാർത്ഥ നാമം ശിവൻ ആണ്. ഇപ്പോൾ പറയുന്നു, ഉണരൂ. ഇപ്പോൾ നവയുഗം വരികയാണ്. പഴയത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഈ മഹാഭാരത യുദ്ധത്തിന് ശേഷം സത്യുഗം സ്ഥാപിതമാകുന്നു. ഈ ലക്ഷ്മി നാരായണൻ്റെ രാജ്യം ഉണ്ടാകും. പഴയ കലിയുഗം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ബാബ പറയുന്നു, കുട്ടികളെ, കുംഭകർണൻ്റെ നിദ്ര ഉപേക്ഷിക്കൂ. ഇപ്പോൾ കണ്ണുകൾ തുറക്കൂ. പുതിയ ലോകം വരുന്നു. പുതിയ ലോകത്തെ സ്വർഗം, സത്യുഗം എന്ന് പറയുന്നു. ഇത് പുതിയ വഴിയാണ്. ഈ വീട്ടിലേക്ക് അഥവാ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി ആരും അറിയുന്നില്ല. സ്വർഗം വേറെയാണ്, ശാന്തിധാമം. അവിടെ ആത്മാക്കൾ വസിക്കുന്നു, അത് വേറെയാണ്. ഇപ്പോൾ ബാബ പറയുന്നു, ഉണരൂ. നിങ്ങൾ രാവണ രാജ്യത്തിൽ പതീതമായിരിക്കുകയാണ്. ഈ സമയത്ത് ഒരു പവിത്ര ആത്മാവ് പോലും ഉണ്ടായിരിക്കുക സാധ്യമല്ല. പുണ്യ ആത്മാവ് എന്ന് പറയില്ല. മനുഷ്യൻ ദാനപുണ്യം ചെയ്യുന്നു, പക്ഷേ പവിത്ര ആത്മാവായി ഒരാൾ പോലുമില്ല. ഇവിടെ കലിയുഗത്തിൽ പതീത ആത്മാക്കളാണുള്ളത്. സത്യുഗത്തിലുള്ളത് പാവന ആത്മാക്കളാണ്. അതിനാൽ പറയുന്നു, ഹേ ശിവ് ബാബ, വന്ന് നമ്മളെ പാവന ആത്മാവാക്കൂ. ഇത് പവിത്രതയുടെ കാര്യമാണ്. ഈ സമയത്ത് ബാബ വന്ന് കുട്ടികളായി നിങ്ങൾക്ക് അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ദാനം നൽകുന്നു. പറയുന്നു, നിങ്ങളും മറ്റുള്ളവർക്ക് ദാനം നൽകിക്കൊണ്ടിരിക്കൂ. അപ്പോൾ 5 വികാരങ്ങളുടെ ഗ്രഹണം മാറട്ടെ.
5 വികാരങ്ങളുടെ ദാനം നൽകൂ. അപ്പോൾ ദുഃഖത്തിൻ്റെ ഗ്രഹണം മാറും. പവിത്രമായി സുഖധാമത്തിലേക്ക് പോകും. 5 വികാരങ്ങളിൽ നമ്പർ 1 ആണ് കാമം. അതിനെ ഉപേക്ഷിച്ച് പവിത്രമാകൂ. സ്വയവും പറയുന്നു, ഹേ പതീത പാവന, നമ്മളെ പാവനമാക്കൂ. പതീതം എന്ന വികാരിയെയാണ് പറയുന്നത്. ഈ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കളി ഭാരതത്തെ സംബന്ധിച്ച് തന്നെയാണ്. ബാബ ഭാരതത്തിൽ തന്നെയാണ് വന്ന് സാധാരണ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെയും ബയോഗ്രഫി ഇരുന്ന് കേൾപ്പിക്കുന്നു. ഇതെല്ലാം ബ്രാഹ്മണികളാണ്. പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനമാണ്. നിങ്ങൾക്കേവർക്കും പവിത്രമാകുന്നതിനുള്ള യുക്തി പറഞ്ഞു തരുന്നു. കുമാരിമാരുമായ നിങ്ങൾക്ക് വികാരത്തിൽ പോകാൻ സാധിക്കില്ല. ബ്രാഹ്മണരായ നിങ്ങളുടെ ഒരേ ഒരു ജന്മമാണിത്. ദേവതാവർണ്ണത്തിൽ നിങ്ങൾ 20 ജന്മം എടുക്കുന്നു. വൈശ്യ-ശൂദ്രവർണ്ണത്തിൽ 63 ജന്മം. ബ്രാഹ്മണവർണ്ണത്തിൽ ഇത് ഒരു അന്തിമ ജന്മമാണ്. അതിൽ തന്നെയാണ് പവിത്രമാകേണ്ടത്. ബാബ പറയുന്നു, പവിത്രമാകൂ. ബാബയുടെ ഓർമ്മയിലൂടെ അഥവാ യോഗബലത്തിലൂടെ വികർമ്മം ഭസ്മമാകും. ഈ ഒരു ജന്മം പവിത്രമാകണം. സത്യയുഗത്തിലാണെങ്കിൽ പതീതരായ ആരും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഈ അന്തിമ ജന്മം പാവനമാവുകയാണെങ്കിൽ 21 ജന്മം പാവനമായിരിക്കും. പാവനം ആയിരുന്നു, ഇപ്പോൾ പതീതമായിരിക്കുകയാണ്. പതീതമാണ്, അതിനാലാണ് വിളിക്കുന്നത്. പതീതം ആക്കിയത് ആരാണ്? രാവണൻ്റെ ആസുരീയ മതം. എനിക്കല്ലാതെ കുട്ടികളായ നിങ്ങളെ രാവണ രാജ്യത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ആർക്കും ലിബറേറ്റ് ചെയ്യുവാൻ സാധിക്കില്ല. എല്ലാവരും കാമചിതയിലിരുന്ന് ഭസ്മമായിരിക്കുകയാണ്. എനിക്ക് വന്ന് ജ്ഞാനചിതയിൽ ഇരുത്തേണ്ടി വരുന്നു. ജ്ഞാന ജലം പൊഴിക്കേണ്ടി വരുന്നു. സർവരുടെയും സദ്ഗതി ചെയ്യേണ്ടി വരും. ആരാണോ നല്ല രീതിയിൽ പഠനം പഠിക്കുന്നത് അവരുടെ സദ്ഗതി തന്നെയാണ് ഉണ്ടാകുന്നത്. ബാക്കി എല്ലാവരും ശാന്തിധാമത്തിലേക്ക് പോകും. സത്യയുഗത്തിൽ കേവലം ദേവീ ദേവതമാരാണുള്ളത്. അവർക്ക് തന്നെയാണ് സദ്ഗതി ലഭിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാവർക്കും ഗതി അഥവാ മുക്തിയാണ് ലഭിക്കുന്നത്. 5000 വർഷം മുമ്പ് ഈ ദേവീ ദേവന്മാരുടെ രാജ്യം ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യമേയില്ല. ഇപ്പോൾ ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, പിതാവായ എന്നെ ഓർമ്മിക്കൂ. മന്മനാഭവ എന്ന വാക്ക് പ്രസിദ്ധമാണ്. ഭഗവാൻ ഉവാച, ഒരു ദേഹധാരിയെയും ഭഗവാൻ എന്ന് പറയുകയില്ല. ആത്മാക്കൾ ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നു. ചിലപ്പോൾ സ്ത്രീയും ചിലപ്പോൾ പുരുഷനും ആകുന്നു. ഭഗവാൻ ഒരിക്കലും ജനന മരണത്തിൻ്റെ കളിയിൽ വരുന്നില്ല. ഇത് ഡ്രാമ അനുസരിച്ച് അടങ്ങിയിട്ടുള്ളതാണ്. ഒരു ജന്മം മറ്റൊന്നു പോലെ ആയിരിക്കില്ല. പിന്നെ നിങ്ങളുടെ ഈ ജന്മം റിപ്പീറ്റാകും. അപ്പോൾ ഇതേ ആക്റ്റും ഇതേ ഫീച്ചേഴ്സും വീണ്ടും എടുക്കും. ഈ ഡ്രാമ അനാദിയായി മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതാണ്. ഇത് മാറ്റുവാൻ കഴിയില്ല. ശ്രീകൃഷ്ണന് ഏതൊരു ശരീരം സത്യയുഗത്തിലുണ്ടായിരുന്നോ അത് വീണ്ടും അവിടെ ലഭിക്കും. ആ ആത്മാവ് ഇപ്പോൾ ഇവിടെയുണ്ട്. നിങ്ങൾ ഇപ്പോൾ അറിയുന്നുണ്ട്, നമ്മൾ തന്നെയാണ് ആകുന്നത്. ഈ ലക്ഷ്മി നാരായണൻ്റെ ഫീച്ചേഴ്സ് ആക്യുറേറ്റ് അല്ല എന്നുവരെങ്കിലും ഉണ്ടാകുന്നത് അതുതന്നെയായിരിക്കും. ഈ കാര്യങ്ങൾ പുതിയവരായ ആർക്കെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കില്ല. നല്ല രീതിയിൽ എപ്പോഴാണോ ആരെങ്കിലും മനസ്സിലാക്കിക്കുന്നത് അപ്പോൾ 84ൻ്റെ ചക്രത്തെ അറിയും, മനസ്സിലാക്കുകയും ചെയ്യും. തീർച്ചയായും ഓരോ ജന്മത്തിലും നാമം, രൂപം, ഫീച്ചേഴ്സ് തുടങ്ങിയവ വേറെ വേറെ ആയിരിക്കും. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അന്തിമ 84ാം ജന്മത്തിലെ ഫീച്ചേഴ്സ് ഇതാണ്. അതിനാൽ നാരായണൻ്റെ ഫീച്ചേഴ്സ് ഏതാണ്ട് ഇങ്ങനെ കാണിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ പിന്നെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കുട്ടികളായ നിങ്ങൾക്കറിയാം, മമ്മയും ബാബയും തന്നെയാണ് ഈ ലക്ഷ്മി നാരായണൻ ആകുന്നത്. ഇവിടെയാണെങ്കിൽ 5 തത്വങ്ങൾ പവിത്രമല്ല.
ഈ ശരീരമെല്ലാം പതീതമാണ്. സത്യയുഗത്തിൽ ശരീരവും പവിത്രമായിരിക്കും. ശ്രീകൃഷ്ണന് മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നു. നാച്ചുറൽ ബ്യൂട്ടി ഉണ്ടായിരിക്കും. ഇവിടെ വിദേശത്ത് വെളുത്ത മനുഷ്യർ ഉണ്ടെങ്കിലും അവരെ ദേവത എന്ന് പറയില്ല. ദൈവിക ഗുണങ്ങൾ ഇല്ലല്ലോ. ബാബ എത്ര നല്ല രീതിയിലിരുന്ന് മനസ്സിലാക്കിക്കുന്നു. ഇത് ഉയർന്നതിലും ഉയർന്ന പഠനമാണ്. ഇതിലൂടെ നിങ്ങളുടെ എത്ര ഉയർന്ന സമ്പാദ്യം ഉണ്ടാകുന്നു. അളവറ്റ വജ്രാഭരണങ്ങളും ധനവുമുണ്ട്. അവിടെയാണെങ്കിൽ വജ്രവൈഡൂര്യങ്ങളുടെ കൊട്ടാരമുണ്ടായിരുന്നു. ഇപ്പോൾ അവയെല്ലാം അപ്രത്യക്ഷമായി. നിങ്ങൾ എത്ര ധനികരാകുന്നു. അപരം അപാര സമ്പാദ്യമുണ്ട്. 21 ജന്മത്തേക്ക് വേണ്ടി. ഇതിൽ വളരെയധികം പ്രയത്നം ആവശ്യമാണ്. ദേഹി അഭിമാനിയാകണം. ഞാൻ ആത്മാവാണ്. ഈ പഴയ ശരീരം ഉപേക്ഷിച്ച് ഇപ്പോൾ തിരികെ തൻ്റെ വീട്ടിലേക്ക് പോകണം. ബാബ ഇപ്പോൾ കൊണ്ടുപോകുവാൻ വന്നിരിക്കുന്നു. നമ്മൾ ആത്മാക്കൾ 84 ജന്മം ഇപ്പോൾ പൂർത്തിയാക്കി. ഇപ്പോൾ വീണ്ടും പാവനം ആകേണ്ടതുണ്ട്. ബാബയെ ഓർമ്മിക്കണം. ഇല്ലെങ്കിൽ പിന്നെ വിധി നിർണയത്തിൻ്റെ സമയമാണ്. ശിക്ഷകൾ അനുഭവിച്ച് തിരികെ പോകും. കണക്കുകൾ എല്ലാവർക്കും സമാപ്തമാക്കുക തന്നെ വേണം. ഭക്തി മാർഗത്തിൽ കാശി കൽവേട്ടിൽ ചാടുമായിരുന്നു. എന്നിട്ടും ആരും മുക്തി നേടിയില്ല. അത് ഭക്തി മാർഗമാണ്. ഇത് ജ്ഞാനമാർഗമാണ്. ഇതിൽ ജീവഘാതം ചെയ്യേണ്ട ആവശ്യമേയില്ല. അത് ജീവഘാതമാണ്. എന്നിരിക്കലും മുക്തി നേടണം എന്ന ഭാവനയുണ്ട്. അതിനാൽ പാപങ്ങളുടെ കണക്കുകൾ സമാപ്തമാക്കി വീണ്ടും ആരംഭിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ കാശി കൽവേട്ടിൻ്റെ ഒരു സാഹസം ആരും വയ്ക്കുക പ്രയാസമാണ്. ആരും വയ്ക്കുന്നില്ല. പിന്നെ മുക്തിയോ ജീവൻ മുക്തിയോ ലഭിക്കുക സാധ്യമല്ല. ബാബയല്ലാതെ ജീവൻ മുക്തി ആർക്കും നൽകുവാനേ സാധിക്കില്ല. ആത്മാക്കൾ വന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ തിരികെ എങ്ങനെ പോകും? ബാബ തന്നെ വന്ന് സർവരുടെയും സദ്ഗതി ചെയ്ത് തിരികെ കൊണ്ടുപോകും. സത്യയുഗത്തിൽ വളരെ കുറച്ച് മനുഷ്യരാണുള്ളത്. ആത്മാവാണെങ്കിൽ ഒരിക്കലും നശിക്കുന്നില്ല. ആത്മാവ് അവിനാശിയാണ്. ശരീരം വിനാശിയാണ്. സത്യയുഗത്തിൽ ആയുസ് വലുതായിരിക്കും. ദുഃഖത്തിൻ്റെ കാര്യമേയില്ല. ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് സ്വീകരിക്കുന്നു. ഇതുപോലെ സർപ്പത്തിൻ്റെ ഉദാഹരണമുണ്ട്. അതിനെ മരണം എന്ന് പറയുന്നില്ല. ദുഃഖത്തിൻ്റെ കാര്യമേയില്ല. ഇങ്ങനെ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ടൈം പൂർത്തിയായി. ഈ ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കും. കുട്ടികളായ നിങ്ങൾക്ക് ഈ ശരീരത്തിൽ നിന്നും ഡിറ്റാച്ച് ആകുന്നതിൻ്റെ അഭ്യാസം ഇവിടെ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. ഞാൻ ആത്മാവാണ്. ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. പിന്നെ പുതിയ ലോകത്തിൽ വരും. പുതിയ തോൽ സ്വീകരിക്കും. ഈ അഭ്യാസം ഉണ്ടാക്കൂ. നിങ്ങൾക്കറിയാം, ആത്മാവ് 84 ശരീരങ്ങൾ എടുക്കുന്നു. മനുഷ്യർ പിന്നെ 84 ലക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നു. ബാബയെക്കുറിച്ചാണെങ്കിൽ എണ്ണമറ്റ രീതിയിൽ കല്ലിലും മൺകട്ടയിലും പറയുന്നു. അതിനെ ധർമ്മത്തിൻ്റെ ഗ്ലാനി എന്ന് പറയുന്നു. മനുഷ്യൻ സ്വച്ഛ ബുദ്ധിയിൽ നിന്നും തീർത്തും തുച്ഛം ആയി മാറുന്നു. ഇപ്പോൾ ബാബ നിങ്ങളെ സ്വച്ഛ ബുദ്ധിയാക്കുന്നു. സ്വച്ഛമാകുന്നത് ഓർമ്മയിലൂടെയാണ്. ബാബ പറയുന്നു, ഇപ്പോൾ നവയുഗം വരുന്നു. അതിൻ്റെ അടയാളം ഈ മഹാഭാരത യുദ്ധമാണ്. ഇത് അതേ മൂസലുകളുടെ യുദ്ധമാണ്. അതിൽ അനേകം ധർമ്മത്തിൻ്റെ വിനാശവും ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപനയും നടന്നിരുന്നു. അപ്പോൾ തീർച്ചയായും ഭഗവാൻ ഉണ്ടായിരിക്കുമല്ലോ. ശ്രീകൃഷ്ണന് ഇവിടെ എങ്ങനെ വരുവാൻ സാധിക്കും? ജ്ഞാനത്തിൻ്റെ സാഗരം നിരാകാരനാണോ അതോ ശ്രീകൃഷ്ണനാണോ? ശ്രീകൃഷ്ണന് ഈ ജ്ഞാനമേ ഉണ്ടായിരിക്കില്ല. ഈ ജ്ഞാനം തന്നെ അപ്രത്യക്ഷമായി പോകും. പിന്നെ ഭക്തിമാർഗത്തിൽ നിങ്ങളുടെയും ചിത്രങ്ങൾ ഉണ്ടാക്കപ്പെടും. പൂജ്യരായ നിങ്ങൾ തന്നെ പൂജാരിയാകുന്നു. കല കുറയുന്നു. ആയുസ്സും കുറഞ്ഞു പോകുന്നു. കാരണം ഭോഗിയായി മാറുന്നു. അവിടെ യോഗിയാണ്.
ആരുടെയെങ്കിലും ഓർമ്മയിൽ യോഗം യോജിപ്പിക്കുന്നു എന്നല്ല, അവിടെ പവിത്രം തന്നെയാണ്. ശ്രീകൃഷ്ണനെയും യോഗേശ്വരൻ എന്ന് പറയുന്നു. ഈ സമയത്ത് ശ്രീകൃഷ്ണൻ്റെ ആത്മാവ് ബാബയുമായി യോഗം യോജിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീകൃഷ്ണൻ്റെ ആത്മാവ് ഈ സമയത്ത് യോഗേശ്വരനാണ്. സത്യയുഗത്തിൽ യോഗേശ്വരൻ എന്ന് പറയില്ല, അവിടെ പ്രിൻസ് ആകുന്നു. അവസാനം നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയായിരിക്കണം, അതായത് ബാബയെ അല്ലാതെ ഏതെങ്കിലും ശരീരത്തിൻ്റെ ഓർമ്മ ഉണ്ടായിരിക്കരുത്. ശരീരത്തിൽ നിന്നും പഴയ ലോകത്തിൽ നിന്നും മമത്വം ഇല്ലാതാകണം. സന്യാസിമാർ കഴിയുന്നത് പഴയ ലോകത്തിലാണ്, എന്നാൽ വീടിനോടും കുടുംബത്തോടും മമത്വം മാറ്റുന്നു. ബ്രഹ്മത്തെ ഈശ്വരനായി മനസ്സിലാക്കി അതുമായി യോഗം യോജിപ്പിക്കുന്നു. സ്വയം ബ്രഹ്മജ്ഞാനിയെന്നും തത്വജ്ഞാനിയെന്നും പറയുന്നു. നമ്മൾ ബ്രഹ്മത്തിൽ ലയിക്കും എന്ന് കരുതുന്നു. ബാബ പറയുന്നു, ഇതെല്ലാം റോങ് ആണ്. റൈറ്റ് ഞാനാകുന്നു, എന്നെ തന്നെയാണ് ട്രൂത്ത് എന്ന് പറയുന്നത്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഓർമ്മയുടെ യാത്ര വളരെ ഉറച്ചതായിരിക്കണം. ജ്ഞാനമാണെങ്കിൽ വളരെ സഹജമാണ്. ദേഹി അഭിമാനി ആകുന്നതിൽ തന്നെയാണ് പ്രയത്നമുള്ളത്. ബാബ പറയുന്നു, ആരുടെയും ദേഹം ഓർമ്മ വരരുത്. ഇതാണ് ഭൂതങ്ങളുടെ ഓർമ്മ, ഭൂതപൂജ. ഞാൻ അശരീരിയാണ്, നിങ്ങൾക്ക് ഓർമ്മിക്കേണ്ടത് എന്നെയാണ്. ഈ കണ്ണുകൾ കൊണ്ട് കാണുമ്പോഴും ബുദ്ധി കൊണ്ട് ബാബയെ ഓർമ്മിക്കൂ. ബാബയുടെ ഡയറക്ഷനിലൂടെ നടക്കൂ. അപ്പോൾ ധർമ്മരാജൻ്റെ ശിക്ഷകളിൽ നിന്നും ഒഴിവാകും. പാവനം ആകുമെങ്കിൽ ശിക്ഷകൾ ഇല്ലാതാകും. വളരെ വലിയ ലക്ഷ്യമാണ്. പ്രജയാകുന്നത് വളരെ സഹജമാണ്. അതിലും ആരെല്ലാമാണ് ധനിക പ്രജയും ദരിദ്ര പ്രജയും ആയേക്കാവുന്നത് എല്ലാം മനസ്സിലാക്കിച്ചു തരുന്നു. അവസാനം നിങ്ങളുടെ ബുദ്ധിയുടെ യോഗം ഉണ്ടായിരിക്കേണ്ടത് ബാബയോടും വീടിനോടുമാണ്. ഇതുപോലെ നാടകത്തിൽ ആക്ടേഴ്സിൻ്റെ പാർട്ട് പൂർത്തിയാകുമ്പോൾ ബുദ്ധി വീട്ടിലേക്ക് പോകുന്നു. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. അതാകട്ടെ പരിധിയുള്ള വരുമാനമാണ്. ഇത് പരിധിയില്ലാത്ത വരുമാനമാണ്. നല്ല ആക്ടേഴ്സിന് വരുമാനവും വളരെയധികം ഉണ്ടായിരിക്കുമല്ലോ. ബാബ പറയുന്നു, ഗൃഹസ്ഥ വ്യവഹാരത്തിലിരിക്കവേ ബുദ്ധിയോഗം അവിടെ യോജിപ്പിക്കണം. അവരാകട്ടെ അന്യോന്യം പ്രിയതമയും പ്രിയതമനുമാകുന്നു. ഇവിടെയാണെങ്കിൽ എല്ലാവരും ഒരു പ്രിയതമൻ്റെ പ്രിയതമയാണ്. ആ ഒന്നിനെ തന്നെ എല്ലാവരും ഓർമ്മിക്കുന്നു. വണ്ടർഫുൾ യാത്രക്കാരനാണല്ലോ. ഈ സമയത്ത് വന്നിരിക്കുകയാണ് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിച്ച് സദ്ഗതിയിലേക്ക് കൊണ്ടുപോകുന്നതിനായി. ആ ഒന്നിനെ പറയുന്നത് സത്യസത്യമായ പ്രിയതമൻ എന്നാണ്. അവർ അന്യോന്യം ശരീരത്തിൻ്റെ മേൽ പ്രണയിതാക്കളാകുന്നു. വികാരത്തിൻ്റെ കാര്യം ഇല്ല. അതിനെ പറയുന്നത് ദേഹാഭിമാനത്തിൻ്റെ യോഗം എന്നാണ്. അത് ഭൂതങ്ങളുടെ ഓർമ്മയായി. മനുഷ്യനെ ഓർമ്മിക്കുക എന്നാൽ 5 ഭൂതങ്ങളെ, പ്രകൃതിയെ ഓർമ്മിക്കുക എന്നാണ്. ബാബ പറയുന്നു, പ്രകൃതിയെ മറന്ന് എന്നെ ഓർമ്മിക്കൂ. പ്രയത്നമുണ്ടല്ലോ, പിന്നെ ദൈവിക ഗുണവും ആവശ്യമാണ്. ആരോടെങ്കിലും പകരം വീട്ടുക, ഇതും ആസുരീയ ഗുണമാണ്. സത്യയുഗത്തിൽ ഉണ്ടായിരിക്കുന്നത് തന്നെ ഒരു ധർമ്മമാണ്. പകരം വീട്ടുന്നതിൻ്റെ കാര്യമേയില്ല. അത് അദ്വൈത ദേവതാ ധർമ്മമാണ്. അത് ശിവ് ബാബയ്ക്കല്ലാതെ ആർക്കും സ്ഥാപിക്കാൻ സാധിക്കില്ല. സൂക്ഷ്മവതനവാസിയായ ദേവതമാരെ ഫരിസ്ത എന്ന് പറയും. ഈ സമയത്ത് നിങ്ങൾ ബ്രാഹ്മണരാണ്, പിന്നെ ഫരിസ്തയാകും, പിന്നെ വീട്ടിലേക്ക് തിരികെ പോകും, പിന്നെ പുതിയ ലോകത്തിൽ വന്ന് ദൈവിക ഗുണങ്ങളുള്ള മനുഷ്യൻ, അതായത് ദേവതയാകും. ഇപ്പോൾ ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനാകുന്നു. പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനം ആയില്ലെങ്കിൽ സമ്പത്ത് എങ്ങനെ നേടും? ഈ പ്രജാപിത ബ്രഹ്മാവും മമ്മയും അവർ പിന്നെ ലക്ഷ്മി നാരായണൻ ആകുന്നു. ഇപ്പോൾ നോക്കൂ, നിങ്ങളോട് ജൈന മതക്കാർ പറയുന്നു, നമ്മുടെ ജൈനധർമ്മം ഏറ്റവും പുരാതനമാണ്. ഇപ്പോൾ വാസ്തവത്തിൽ മഹാവീരൻ എന്ന് ആദിദേവനായ ബ്രഹ്മാവിനെ തന്നെയാണ് പറയുന്നത്. ബ്രഹ്മാവ് തന്നെയാണ്. എന്നാൽ ഒരു ജൈന മുനി വന്നപ്പോൾ അദ്ദേഹം മഹാവീരൻ എന്ന പേര് വെച്ചു.
ഇപ്പോൾ നിങ്ങൾ ഏവരും മഹാവീരനാണല്ലോ. മായയുടെ മേൽ ജയം നേടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഏവരും ധൈര്യശാലിയാകുന്നു. സത്യസത്യമായ മഹാവീരനും മഹാവീരണികളും നിങ്ങളാണ്. നിങ്ങളുടെ നാമമാണ് ശിവശക്തി. സിംഹത്തിന്മേലാണ് സവാരി, മഹാരഥികളുടേത് ആനപ്പുറത്താണ്. എന്നിരുന്നാലും ബാബ പറയുന്നു, വളരെ വലിയ ലക്ഷ്യമാണ്. ഒരു ബാബയെ ഓർമ്മിക്കണം, അപ്പോൾ വികർമ്മം വിനാശമാകട്ടെ. മറ്റൊരു വഴിയുമില്ല. യോഗബലത്തിലൂടെ നിങ്ങൾ വിശ്വത്തിൻ്റെ മേൽ രാജ്യം ഭരിക്കുന്നു. ആത്മാവ് പറയുന്നു, ഇപ്പോൾ എനിക്ക് വീട്ടിലേക്ക് പോകണം. ഇത് പഴയ ലോകമാണ്. ഇതാണ് പരിധിയില്ലാത്ത സന്യാസം. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരിക്കവേ പവിത്രമാകണം. ചക്രത്തെ മനസ്സിലാക്കുന്നതിലൂടെ ചക്രവർത്തി രാജാവായി മാറും. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ധർമ്മരാജൻ്റെ ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ആരുടെയും ദേഹത്തെ ഓർമ്മിക്കാതിരിക്കൂ. ഈ കണ്ണുകൾ കൊണ്ട് എല്ലാം കാണുമ്പോഴും ഒരു ബാബയെ ഓർമ്മിക്കണം. അശരീരി ആകുന്നതിൻ്റെ അഭ്യാസം ചെയ്യണം. പാവനമാകണം. മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും വഴി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ നാടകം പൂർത്തിയായി. വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ഈ സ്മൃതിയിലൂടെ പരിധിയില്ലാത്ത സമ്പാദ്യം ശേഖരിക്കണം. വരദാനം: ഒരു സെക്കൻഡിൻ്റെ കളിയിലൂടെ മുഴുവൻ കൽപ്പത്തിലേക്കും ഭാഗ്യം ഉണ്ടാക്കുന്ന ശ്രേഷ്ഠ ഭാഗ്യവാനായി ഭവിക്കട്ടെ. ഈ സംഗമയുഗത്തിൻ്റെ സമയത്തിന് വരദാനം ലഭിച്ചിട്ടുണ്ട്. എന്താഗ്രഹിക്കുന്നു, എങ്ങനെ ആഗ്രഹിക്കുന്നു, എത്ര ആഗ്രഹിക്കുന്നു അത്രയും ഭാഗ്യം ഉണ്ടാക്കുവാൻ സാധിക്കും. കാരണം ഭാഗ്യവിധാതാവായ ബാബ ഭാഗ്യം ഉണ്ടാക്കുന്നതിനുള്ള താക്കോൽ കുട്ടികളുടെ കയ്യിൽ നൽകിയിരിക്കുന്നു. ലാസ്റ്റിലുള്ളവർക്കും ഫാസ്റ്റായി പോയി ഫസ്റ്റിൽ വരാൻ സാധിക്കും. കേവലം സേവനങ്ങളുടെ വിസ്താരത്തിൽ സ്വയം തൻ്റെ സ്ഥിതി സെക്കൻഡിൽ സാരസ്വരൂപം ആക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. ഒരു സെക്കൻഡിൽ മാസ്റ്റർ ബീജമാകൂ എന്ന് ഇപ്പോൾ ഡയറക്ഷൻ ലഭിച്ചാൽ ടൈം എടുക്കരുത്. ഈ ഒരു സെക്കൻഡിൻ്റെ കളിയിലൂടെ മുഴുവൻ കൽപ്പത്തിലേക്കും ഭാഗ്യം ഉണ്ടാക്കാൻ സാധിക്കും. സ്ലോഗൻ: ഡബിൾ സേവനത്തിലൂടെ പവർഫുൾ വായുമണ്ഡലമുണ്ടാക്കൂ, എങ്കിൽ പ്രകൃതി ദാസിയാകും. അവ്യക്ത സൂചന: ഏകാന്തപ്രിയരാകൂ, ഏകതയും ഏകാഗ്രതയും സ്വായത്തമാക്കൂ. അനേകം വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ ഇപ്പോൾ ഒരേ ഒരു ചന്ദനത്തിൻ്റെ വൃക്ഷം ആയിക്കഴിഞ്ഞു. 2 4 മാതാക്കൾ പോലും ഒരുമിച്ചിരിക്കാൻ കഴിയില്ല എന്ന് ലോകർ പറയുന്നു. മാതാക്കളായ നിങ്ങൾ ഇപ്പോൾ മുഴുവൻ വിശ്വത്തിലും ഏകത സ്ഥാപിക്കുന്നതിന് നിമിത്തമാണ്. മാതാക്കൾ തന്നെയാണ് ഭിന്നതയിൽ ഏകത കൊണ്ടുവന്നത്. ദേശം ഭിന്നമാണ്, ഭാഷ ഭിന്ന ഭിന്നമാണ്, കൾച്ചർ ഭിന്ന ഭിന്നമാണ്. എന്നാൽ താങ്കൾ ഭിന്നതയെ ഏകതയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഈ ശരീരത്തിൽ മസ്തക മധ്യത്തിൽ ആന്തരികമായി വർത്തിക്കുന്ന ആത്മചേതനയെ കേന്ദ്രബിന്ദുവാക്കി അതിൻ്റെ അഗാധതയുടെ തലങ്ങളിലേക്ക് ഞാൻ സഞ്ചരിക്കുകയാണ്.
ഈ ആന്തരികമായ യാത്ര എന്നിലെ പരമമായ സത്യത്തെ അനാവരണം ചെയ്യുന്നു. ഞാൻ ശക്തി സ്വരൂപ ആത്മാവായി സ്വയം അനുഭവിക്കും. ഈ സ്ഥിതിയിലിരിക്കുമ്പോൾ ഈശ്വരൻ എന്ന പരമശക്തിയിൽ ആ ദിവ്യ ജ്യോതിസിലേക്ക് എൻ്റെ മനസ്സ് ആകൃഷ്ടമാകുന്നു. പ്രകാശമാനമായ ബ്രഹ്മലോകത്തിൽ ബീജരൂപനായ സർവശക്തിമാനുമായി ഞാൻ യോഗയുക്തമാകുന്നു. ഈ യോഗയുക്ത അവസ്ഥ എന്നിൽ നിസ്സീമമായ സ്നേഹവും അനന്തമായ ശക്തിയും നിറയ്ക്കുന്നു. സർവശക്തിമാന്റെ സന്താനമായി മാസ്റ്റർ സർവശക്തിമാനായി സ്ഥിതി ചെയ്യുമ്പോൾ എന്നിൽ നിറഞ്ഞ ഈ ശക്തി എന്നെ കർമ്മബന്ധനങ്ങളുടെ വിഘ്നങ്ങളിൽ നിന്നും മുക്തമാക്കുന്നതായി ഞാൻ അനുഭവിക്കുന്നു. ഞാൻ സമർത്ഥ സ്വരൂപമാകുന്നു. അനശ്വരവും അനന്തവുമായ ആ പരമശക്തിയുമായി ഗാഢമായ സൗഹൃദത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സർവോത്തമ സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് ഞാൻ ശക്തികളുടെ വരദാനങ്ങൾ നൽകുന്ന ശിവശക്തി സ്വരൂപം ധാരണ ചെയ്യുന്നു. എന്നിൽ നിന്നും മുഴുവൻ വിശ്വത്തിലേക്കും പ്രവഹിക്കുന്ന സർവശക്തിവാന്റെ ശക്തിയുടെ കിരണങ്ങൾ ദുഃഖനിരാശകളാൽ ദുർബലമായിരിക്കുന്ന മനുഷ്യ ആത്മാക്കൾക്ക് ശക്തി പകർന്ന് അവരെയും
ശക്തിശാലിയാക്കി ജീവിതത്തിൽ മുന്നേറുവാനുള്ള ഉത്സാഹവും ഉന്മേഷവും പകർന്നു നൽകുന്നു.